السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, 28/6/2024 സൈഫുന ഇജാസത്തുൻ മുസ്മിറ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു വേനൽക്കാല അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. നീണ്ടു നിൽക്കുന്ന 2 മാസത്തെ അവധിക്കാലം എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്നാണ് ഖുത്ബയിലൂടെ ഖത്തീബ് നമ്മെ കേൾപ്പിക്കുന്നത്. നമുക്ക് സമയം ഏറെ വിലപ്പെട്ടതാണ്. എപ്പോഴും അത് നന്മയിൽ മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്രിസ് അലാ മാ യൻഫഉ, നിനക്ക് ഉപകാരപ്രദമായതിൻ്റെ മേലിൽ നീ എപ്പോഴും ബദ്ധശ്രദ്ധാനാവണം കേട്ടോ, നിൻ്റെ സമയം നീ ഒരിക്കലും പാഴാക്കി കളയരുത് എന്ന് അവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയത്തിന് നാം ഒരു പ്രത്യേകമായ ടൈം ടേബിൾ തയ്യാറാക്കി ഈ വേനൽക്കാല അവധി നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നീക്കിവെക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കാനും അതിൻ്റെ പാരായണം പരിശീലിക്കാനുമൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ വേനൽക്കാല അവധി. UAE പല ഭാഗത്തും അതിൻ്റെ ഔദ്യോഗികമായ സെൻറ്ററുകൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനും പഠിക്കുന്നതിനും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കുന്നവർ, അത് മനഃപ്പാഠമാക്കുന്നവരെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അഹ്ലുല്ലാഹി വ ഖാസത്തുഹു, അവർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരും ആണ് എന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല വായനകൾ ശീലിപ്പിക്കാനുള്ള സന്ദർഭമാണ് ഈ അവധി. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ചരിത്രങ്ങളും കഥകളുമൊക്കെ അവർക്ക് വായിക്കാനുള്ള വായനയുടെ പുതിയ വാതിലുകൾ അവർക്ക് മുമ്പിൽ നാം തുറന്നു കൊടുക്കണം. അതവർക്ക് പല വിജ്ഞാനങ്ങളും നേടിക്കൊടുക്കും. അവരുടെ സ്വഭാവ സംസ്കാരത്തിനൊക്കെ അത് കാരണമാകും. നല്ല വായന ഇസ്ലാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആനിൻ്റെ ഉദ്ഘാടനം തന്നെ വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. വായന ഏറെ ഫലപ്രദമായ, നമ്മുടെ മക്കൾക്ക് ഏറെ ഉപകാരപ്രദമായ, അവർക്ക് അറിവ് നേടാൻ പറ്റുന്ന ഒരു ഉപാധിയായി കണ്ട് വായനയെ നാം പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ നല്ല ലോകോത്തരമായ ഭാഷകൾ പഠിക്കാനും ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. അറബി ഭാഷ സ്വായത്തമാക്കുന്നതോടുകൂടെ അതിൻ്റെ ഗ്രാമറും അതിൻ്റെ പ്രയോഗശൈലിയുമൊക്കെ നാം പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ഭാഷകൾക്കും നാം പ്രാമുഖ്യം നൽകി ഭാഷാ പഠനത്തിന് ഈ സമയം നാം കണ്ടെത്തണം. നമ്മുടെ മക്കൾക്ക് കായിക പരിശീലനങ്ങൾ നൽകാൻ, അവർക്ക് അവരുടെ ശരീരം ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ, അതോടൊപ്പം തന്നെ അവർ സ്വയം പ്രതിരോധത്തിനും ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അവരുടെ സ്വയം രക്ഷക്കുമൊക്കെ ആവശ്യമായ കായിക പരിശീലനങ്ങളും ആയോധന കലകളുമൊക്കെ ഈ സമയത്ത് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ അവധിക്കാലം വളരെ ഫലപ്രദമായി. നമുക്ക് ഈ അവധി നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ സന്ദർശിക്കാൻ, നമ്മുടെ രക്തബന്ധങ്ങളെ ഒക്കെ പോയി കാണാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആരൊക്കെയാണ് എന്ന് വരുന്ന തലമുറക്ക് പഠിപ്പിക്കാനും കൂടി ഈ അവധിക്കാലത്ത് നാം സമയം കണ്ടെത്തണം. നമ്മുടെ വല്യപ്പമാർ, വല്യമ്മമാർ, ഉപ്പ വഴിക്കുള്ള ഉമ്മ വഴിക്കുള്ള കൂട്ടുകുടുംബങ്ങൾ, രക്തബന്ധങ്ങൾ ചേർത്ത് പിടിക്കാൻ നാം ഈ സമയം നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം. കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിക്കണം. നമ്മുടെ മക്കളുടെ ഒരു നല്ല സുഹൃത്തായി തീരാൻ ഉമ്മാക്കും ഉപ്പാക്കും സാധിക്കണം. അവരുടെ ഏതു രഹസ്യവും ഉമ്മയോടും ഉപ്പയോടും തുറന്നു പറയാൻ പറ്റുന്ന ഒരടുപ്പം നമുക്ക് ഇടയിൽ നമ്മൾ നിർബന്ധമായും ഉണ്ടാക്കിയെടുക്കണം. ഉപ്പ ഒരു നല്ല സുഹൃത്താകണം. ഉമ്മ ഒരു നല്ല സുഹൃത്തായി മക്കളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങളും അവരുടെ മനസ്സിലിരിപ്പുകളുമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരടുപ്പം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഭാവി പ്രതീക്ഷകൾ,
അവർ സ്വപ്നം കാണുന്നത് എന്തൊക്കെയാണ്, അവരുടെ ഭാവിയിൽ ഇനി അവർക്ക് എത്തിപ്പിടിക്കേണ്ടുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് അവരോട് ചോദിച്ചറിഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് അവരുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ അശ്രദ്ധ അവരെ പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പലപ്പോഴും വലിച്ചു വീഴ്ത്തും. യാ വൈലത്ത ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ നാശമേ, ഞാൻ അവരെ കൂട്ടുകാരാക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹതിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അവരുടെ കൂട്ടുകെട്ടുകളും ഒക്കെ നാം എപ്പോഴും അറിയണം. ഉപ്പയാകണം അവരുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഉമ്മയാകണം അവരുടെ ഏറ്റവും നല്ല കൂട്ടുകാരി. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ മനസ്സ് വായിക്കാൻ സാധിക്കും. അവരെ വളർത്തി വലുതാക്കി നന്മയുടെ വഴിയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവരോടൊപ്പം നല്ല ബന്ധം ഉണ്ടാക്കി അവരുടെ നല്ല ഉപദേശകനായി മാതാപിതാക്കൾ മാറിയാൽ നമ്മുടെ ഭാവി തലമുറ അവർ നന്മയിൽ വളരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി അവരുടെ ദീനും ദുനിയാവുമൊക്കെ രക്ഷപ്പെട്ട് കാണാൻ ഭാഗ്യം ചെയ്യുമാറാവട്ടെ. അവരെ അള്ളാഹു നമുക്ക് കണ്ണിന് കുളിർമയാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.